Okay, so we can start today's session. Wait a minute. Okay, we can start today's session. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാർട്ടൈൽ ആൻഡ് ക്വാർട്ടൈൽ ഡിവിയേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പാസിക് സാറ് മീൻ മീഡിയൻ മോഡും ക്വാർട്ടൈലിലെ ചില പോർഷൻസും എടുത്തിട്ടുണ്ടാവും അല്ലേ? ക്വാർട്ടൈൽ ഡിവിയേഷൻ സാർ എടുത്തിരുന്നോ നൈമ ഓർ ഫെബിന ഓർ ശിവ? അടുത്തുണ്ടായിരുന്നു സർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എത്തിയിട്ടുണ്ടല്ലേ? ഞാൻ എന്തായാലും ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടൈൽ ഡിവിയേഷൻ്റെ കേസ് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് കേസിലേക്ക് പോവാട്ടോ. ഓക്കെ, സോ ഐ ഹോപ്പ് മൈ പി പി ടി ഈസ് വിസിബിൾ അല്ലേ? പി പി ടി വിസിബിൾ ആണോ? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്നാലും നമുക്ക് 2-3 പ്രോബ്ലംസ് ഒക്കെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് തിയറീസ് പറയാം, ഒരു 2-3 പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ക്വാർട്ടൈൽസ് എന്താണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വേർഡായിരിക്കില്ലേ ക്വാർട്ടർ. ക്വാർട്ടർ എന്നുള്ളത് നമ്മൾ ഒരു അൽഫാം വാങ്ങുകയാണെങ്കിലും ഒരു ഷവായ വാങ്ങുകയാണെങ്കിലൊക്കെ എന്തുണ്ടാവും, നമുക്കൊരു ക്വാർട്ടറിൻ്റെ കണക്കുണ്ടാവും എപ്പോഴും. സോ എന്താണ് ക്വാർട്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും ക്വാർട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1/4 ആണ്. അതായത് ഒരു വലിയ സാധനത്തിൻ്റെ 1/4നെയാണ് നമ്മൾ ഒരു ക്വാർട്ടർ എന്ന് പറയാം. 2/4 ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹാഫ് ആയിട്ട് മാറും അല്ലേ? 3/4 ആകുമ്പോൾ നമ്മളതിനെ മുക്കാൽ എന്ന് പറയും. 4/4 ആകുമ്പോൾ എന്ത് ചെയ്യും? ഹോൾ എന്ന് പറയുന്നൊരു കേസിലേക്ക് മാറും. അപ്പോൾ ഇതിലെ ഓരോ ക്വാർട്ടേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഏതൊരു സാധനത്തെ എന്ത് ചെയ്യാൻ പറ്റും? 4 പോർഷൻസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓരോ 1/4 അടങ്ങുന്ന 4 പോർഷൻസ്. ഇതാണെന്ത്? Q1, Q2, Q3, Q4. Q1 അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? ജസ്റ്റ് ഒരു 1/4 ഉണ്ടാവുള്ളൂ. Q2ലേക്ക് പോകുമ്പോൾ എന്താവും? Q1 പ്ലസ് Q2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1/4 പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു ഹാഫിലേക്ക് മാറും. Q3ലേക്ക് പോകുമ്പോഴാണെങ്കിലോ നമ്മളത് മുക്കാലാവും. Q4 ആവുന്ന സമയത്ത് ഹോൾ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് പോകും. ഇനി പേഴ്സൻറ്റേജ് ബേസിൽ നമുക്ക് എടുക്കാൻ പറ്റും. Q1 എന്തായിരിക്കും? എപ്പോഴും 25% ആയിരിക്കും ഉണ്ടാവുക. Q2 എന്തായിരിക്കും? 50% ആയിരിക്കും. Q3 എന്തായിരിക്കും? 75% ആയിരിക്കും. Q4 100% ആയിരിക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം, Q2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ Q2 എന്താണെന്നുള്ളത്? Q2 എന്താണ്? എനിവൺ? ഫെബിന, വാട്ട് ഈസ് Q2? നോട്ട് ദ ഇക്വേഷൻ. ഇക്വേഷൻ അല്ല ഞാൻ ചോദിക്കുന്നത്, എന്താണ് Q2 എന്നുള്ളതാണ്. ഞാൻ ഓഡിബിൾ അല്ലേ? നൈമ, am I audible? യെസ് സർ. Okay, Yes, sir. so tell me what is Q2? Not the equation. Other than that, do you guys have any idea what is Q2? How fun. എനിക്ക് ക്ലിയർ ആയില്ല. Sir, half and 1/2. യെസ്, 1/2 ആണ്, ഹാഫ് ആണ്. നമ്മൾ ഈ ഹാഫിനെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എന്താ പറയാറുള്ളത്? നമ്മൾ ഹാഫായിട്ട് ഒരു സാധനത്തെ ഡിവൈഡ് ചെയ്യുന്നതിനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ എന്താ പറയാറുള്ളത്? Average ആണോ? നമ്മൾ എപ്പോഴും 2 കൊണ്ടാണോ ആവറേജ് ആക്കാറുള്ളത്? അല്ല. ഓക്കെ, അപ്പോൾ മീൻ ആണോ സർ? മീനിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എൻ അല്ലേ എക്സ് ബാർ മീന്? ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ 2 ആവണമെന്നുണ്ടോ? മീഡിയൻ ആണെന്ത്? Q2. നമ്മൾ ക്വാർട്ടൈൽ പറയുന്ന Q2 ആണെന്ത്? മീഡിയൻ. നമ്മളൊരു സീരീസിന് നമ്മൾ പകുതിയായിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതാണെന്ത്? മീഡിയൻ. അപ്പോൾ നമുക്ക് Q1 അവിടെ ഉണ്ടാവും, Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്, Q3 അവിടെ ഉണ്ടാവും, Q4 എന്ന് പറഞ്ഞാലോ? Q4 എന്ന് പറഞ്ഞാൽ ഹോൾ ആണല്ലേ? അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് Q1ഉം Q3യും ആണ്. കാരണം Q2 നമ്മൾ ഓൾറെഡി മീഡിയനിൽ ഉണ്ടാവും, Q4 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തേണ്ട, അതവിടെയുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ക്വാർട്ടൈലിലേക്കുള്ള.
സോ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസർ ടു ഡിവൈഡ് എ ഡാറ്റ സെറ്റ് ഇൻ ടു 4 ഈക്വൽ പാർട്സ്. 4 ഒരുപോലെയുള്ള ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണെന്ത്? ക്വാർട്ടൈൽസ് എന്നുള്ളത്. ഓരോ ക്വാർട്ടറും എന്തുണ്ടാവും? 25% ഓഫ് ദ ഒബ്സർവേഷൻ, ടോട്ടൽ ഒബ്സർവേഷൻ്റെ 25% ആണെന്ത് ഓരോ ക്വാർട്ടൈലിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ക്വാർട്ടൈലിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വാർട്ടൈലിലേക്ക് പോവേണ്ടത്. ഇനി ക്വാർട്ടൈലിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്? ക്വാർട്ടൈൽസ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ സ്പ്രെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ എങ്ങനെയാണ് സ്പ്രെഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ടെൻഡൻസീസ്, വേരിയബിലിറ്റി. നമ്മൾ സെൻട്രൽ ടെൻഡൻസി എങ്ങനെ കണ്ടെത്തുക? നമ്മൾ Q2 കണ്ടെത്തിയ എന്തായി? നമുക്ക് സെൻട്രൽ ടെൻഡൻസി കിട്ടി, റൈറ്റ്, മീഡിയൻ കിട്ടി. അപ്പോൾ അത് ഒരു ഡാറ്റയുടെ സ്പ്രെഡിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്വാർട്ടൈൽ വഴി കാര്യമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽ എന്താന്ന് പറഞ്ഞു? ടോട്ടൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ഡിവൈഡിങ് ഇൻ ടു 4, 4 എണ്ണാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിലെ ഓരോ പോർഷൻസും 25% കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ Q1 എന്ന് പറയുന്ന 1/4 25%. Q2 എന്ന് പറയുമ്പോഴോ 1/4 + 1/4, അതായത് 25% + 25% is equal to 50%. Q3ലേക്ക് പോകുമ്പോഴോ 25 + 25 + 25 75%. Q4ലേക്ക് പോകുമ്പോൾ 4 25 നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടലായിട്ടുള്ള ഒരു 100%. ജസ്റ്റ് ഒരു ചിക്കൻ്റെ കേസൊക്കെ ആലോചിച്ചാൽ മതി. നമ്മുടെ അൽഫാമോ അല്ലെങ്കിൽ ഒരു ഷവായൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പീസ് ഉള്ളതാണ് ഫുള്ള്. ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാലോ 4ആക്കി ഭാഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോർഷൻ അല്ലേ. ഹാഫ് എന്ന് പറഞ്ഞാലോ 2 പോർഷൻ. മുക്കാൽ എന്ന് പറഞ്ഞാലോ 3 പീസ് ഉണ്ടാവില്ലേ. 3 ക്വാർട്ടറാണ് ഒരു മുക്കാൽ, റൈറ്റ്. 4 ക്വാർട്ടറാണ് എന്തോ ഒരു ഫുള്ള്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് എന്ത് വരിക? ഇവിടെയും വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 25% ഓഫ് ദ ഒബ്സർവേഷൻ. സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് മീഡിയൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് ക്വാർട്ടൈലാണ് മീഡിയൻ? സെക്കൻഡ് ക്വാർട്ടൈലാണ് മീഡിയൻ. നമ്മൾ പറഞ്ഞു Q1 is equal to 1/4, Q2 is equal to 2/4, കാരണം 1/4 + 1/4. Q3 is equal to 3/4, which means 1/4 + 1/4 + 1/4. Q4 is equal to 4/4. അപ്പം നമുക്ക് എന്ത് ചെയ്യണ്ട? Q4ഉം കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവില്ല, Q2ഉം കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവില്ല. കാരണം Q2 എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് മീഡിയൻ. ഏതൊരു ഒബ്സർവേഷനെയും നമ്മൾ 2 കൊണ്ട് അല്ലെങ്കിൽ ഹാഫായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാഫാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോർമലി കണ്ടെത്തേണ്ടാവുക Q1ഉം Q3ഉം ആണ്. നിങ്ങൾ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ പഠിച്ചിട്ടുണ്ടാവും. അവിടെ എന്താ ഉള്ളത്? സെമി ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ Q1ഉം Q3 ആണുള്ളത്. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ടെത്താണ്ടാവുക Q1ഉം Q3 ആണ്. പക്ഷെ നമ്മൾ ഇന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ Q2ഉം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ പ്രോബ്ലത്തിനെ ഒന്ന് തെറവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? 4 ക്വാർട്ടേഴ്സ് ആണ് ഉണ്ടാവുക. അതിൽ Q1ഉം Q2 ആണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവുക. Q2 മീഡിയൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ല, സ്പെഷ്യലായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി മാത്തമാറ്റിക്കലി ക്വാർട്ടൈൽസ് ചെയ്യുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ 0 to 25%, Q2 ഓർ മീഡിയൻ എന്ന് പറഞ്ഞാലോ 25 to 50%, Q3 എന്ന് പറഞ്ഞാലോ 50 to 75%, ലാസ്റ്റത്തെ ഒരു സൈസ് എടുക്കുകയാണെങ്കിലോ 75 to 100%. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് പോവാണ്. നമുക്ക് 2 ഇക്വേഷൻസ് ആണ് ക്വാർട്ടൈലിൻ്റെ കേസിൽ പഠിക്കാനുണ്ടാവുക. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിനും ഡിസ്ക്രീറ്റ് സീരീസിനുമുള്ള ഇക്വേഷന്, 2 കണ്ടിന്യൂസ് സീരീസിനുള്ള ഇക്വേഷന്. സോ നിങ്ങൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 4-5 ക്ലാസ് അറ്റൻഡ് ചെയ്താണല്ലോ അല്ലേ. സോ എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്, എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ്, എന്താണ് കണ്ടിന്യൂസ് സീരീസ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്, എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ്, എന്താണ് കണ്ടിന്യൂസ് സീരീസ്? സർ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ കറക്റ്റ് ഒരു ആണെങ്കിൽ അങ്ങനെ
എനിക്ക് നിങ്ങളുടെ വോയിസ് കട്ടാവുന്നുണ്ട് കേട്ടോ. അതിന് എൻ്റെ മൈക്കിൻ്റെ പ്രശ്നം എനിക്ക് അറിയൂല. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ ശിവ? ശിവയല്ലേ ഇത് പറഞ്ഞത്, ഓർ ഫെബിനയാണോ? ഞാനല്ല സർ. ഓക്കെ ഓക്കെ, പറഞ്ഞത് ആരായാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂ. സർ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇപ്പൊ 21 to 30, 31 to 40 അങ്ങനെയൊക്കെ വരിക. ഉം. പക്ഷെ കണ്ടിന്യൂസ് ആണെങ്കിൽ 20 to 30, 30 അങ്ങനെ വരും. പിന്നെ മറ്റേതാണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ഇതായിട്ടില്ലേ വരിക. ഡിസ്ക്രീറ്റ് എങ്ങനെയാ പറഞ്ഞേ? ഒരു 10 to 30 അല്ല 10 to 20, 21 to 30 ഇങ്ങനെ. അപ്പൊ അതും കണ്ടിന്യൂസ് തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നേ? കണ്ടിന്യൂസില് രണ്ടും സെയിം ഇതുള്ളതുണ്ടാവും. ഒരു സെയിം ഇപ്പൊ 30 ആക്ച്വലി 20 to 30 ഓക്കെ ഓക്കെ പിന്നെയാണെങ്കിൽ ഓക്കെ, 30 to 40. എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത്. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? സർ റോ ഡാറ്റ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. എങ്ങനെ? റോ ഡാറ്റക്ക് ഫ്രീക്വൻസി റോ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഡാറ്റ അല്ല, ഇൻഡിവിജ്വലി നമുക്ക് 3 ഡാറ്റ സീരീസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവുക. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, ഓക്കെ. 2 ഡിസ്ക്രീറ്റ് സീരീസ്, 3 കണ്ടിന്യൂസ് സീരീസ്. ഇത് മൂന്നും എന്താണ്, ഓർ എങ്ങനെയാണ് നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ഡിസ്ക്രീറ്റിന് കണ്ടിന്യൂസ് ആകുമ്പോൾ ക്ലാസ് ആയിട്ടായിരിക്കും അതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ. ഡിസ്ക്രീറ്റിന് ഒരു എക്സാക്ട് വാല്യൂല് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതും ഇൻഡിവിജ്വലും തമ്മിൽ എന്താ വ്യത്യാസം? ഇൻഡിവിജ്വലിന് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, അങ്ങനെയാണോ? ഓക്കെ, ഹർഷാനക്ക് എന്തെങ്കിലും ആൻസർ ഉണ്ടോ? സർ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ ഒബ്സർവേഷൻ അല്ലാതെ ഒരു റേഞ്ച് ഓഫ് ഒബ്സർവേഷൻ അകത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ട് പറയുന്നതാണെങ്കിൽ ഡിസ്ക്രീറ്റ് വിത്ത് ഫ്രീക്വൻസി ആയിട്ട് വരും. ഇൻഡിവിജ്വൽ സീരീസിനാകുമ്പം ഒബ്സർവേഷൻസ് മാത്രം വിത്ത് ഫ്രീക്വൻസി ഇല്ല. അങ്ങനെയാണോ? അതാണ് ആൻസർ. അതായത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസ് ആട്ടോ പറയുന്നത്. ജസ്റ്റ് ബ്ലാങ്ക് പേജ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ് റീഷെഡ്യൂൾ ചെയ്യാം ഒന്നും കൂടി. ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാവുന്ന സമയത്ത് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെയിറ്റ് ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാവുന്ന സമയത്ത് ഇൻഡിവിജ്വൽ സീരീസ് ആവുന്ന സമയത്ത് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 2 3 4 5. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആവുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ഈ സിംഗിൾ വേരിയബിൾസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, ഫ്രീക്വൻസി കൂടി കടന്നു വരും. ഒന്നിൻ്റെ ഫ്രീക്വൻസി 3. ലൈക്ക് എൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് പറയാണ്. 170 ഹൈറ്റുള്ള കുട്ടികൾ 3 പേരുണ്ട്, 180 ഹൈറ്റുള്ള കുട്ടികൾ 4 പേരുണ്ട്, 190 ഹൈറ്റുള്ള കുട്ടികൾ 8 പേരുണ്ട്. ഇങ്ങനെ പറയുന്നതാണ് എന്ത്, ഡിസ്ക്രീറ്റ്. ഇനി ഇതിൽ നിന്ന് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോഴുള്ള മാറ്റം, കണ്ടിന്യൂസിൻ്റെ കേസിൽ എന്തുണ്ടാവും, നമുക്ക് ക്ലാസ്സുകളായിട്ടാണ് ഉണ്ടാവുക. അതായത് 160 to 70 ഹൈറ്റുള്ള കുട്ടികൾ 4 പേര്, 170 to 80 ഹൈറ്റുള്ള കുട്ടികൾ 7 പേര്, 180 to 90 ഹൈറ്റുള്ള കുട്ടികൾ 8ഉം 9 പേര്. ഇതാണെന്ത്, കണ്ടിന്യൂസ് സീരീസ്. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ മീൻ മീഡിയൻ മോഡിലൊക്കെ അറിയേണ്ട വിഷയമാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാക്ട് നമ്പേഴ്സ് ആയിരിക്കും, 1 2 3. ദർ ഇസ് നോ ഫ്രീക്വൻസി. ഡിസ്ക്രീറ്റിലാവുമ്പോൾ എന്ത് ചെയ്യും, അവിടെയും സിംഗിൾ വാല്യൂസേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഫ്രീക്വൻസി അവിടെ ഉണ്ടാവും. ഒബ്സർവേഷൻസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഒക്യുറൻസ്, ഇത്ര തവണ ഇന്ന നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് പോകുന്ന സമയത്തോ വി ക്യാൻ ഒബ്സർവ് ദ ക്ലാസ്സസ്. അവിടെ എന്താ ഉണ്ടാവുക, ക്ലാസ്സുകളായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഐ ഹോപ്പ് ദിസ് ക്ലിയർ.
ഇത് ക്ലിയർ അല്ല? ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വാർട്ടൈൽ പഠിക്കാനുണ്ടാവുക. ഒന്ന്, ഇൻഡിവിജ്വൽ സീരീസിനും ഡിസ്ക്രീറ്റ് സീരീസിനും നമുക്കുള്ളത് സെയിം ഇക്വേഷനാണ്. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെയും ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും ഇക്വേഷനാണ് എന്ത്, ക്യൂ കെ ഈസ് ഈക്വൽ ടു കെ ഓഫ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത്. ഈ 4 എന്തുകൊണ്ടാണ്, നമ്മൾ ടോട്ടൽ ഒബ്സർവേഷനെ 4ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് പറഞ്ഞു നമുക്ക് 3 അല്ലെങ്കിൽ 4 ക്വാർട്ടൈൽസ് ആണുള്ളത് അല്ലേ, Q1, Q2, Q3, Q4. ടേക്ക് എൻ എക്സാമ്പിൾ, നമുക്ക് Q1 ആണ് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക, കെ മീൻസ് എന്താണ്, kth ക്വാർട്ടൈൽ. നമുക്ക് Q1 ആണ് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ k എന്താവും, 1 ആവും. Q1 ഈസ് ഈക്വൽ ടു k എന്താണ്, എത്രാമത്തെ ക്വാർട്ടൈലാണോ അതാണ് എന്ത് k. നമ്മൾ Q1 ആണ് കണ്ടെത്തുന്നത്, k എത്രയാണ്, 1 ഇൻറ്റു n എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് 10 എണ്ണാണെങ്കിൽ അവിടെ n എത്രയാണ്, 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മൾ Q1 കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇനി Q2 ആണെങ്കിലോ, Q2 നമ്മൾ പറഞ്ഞു Q2 ഈസ് ഈക്വൽ ടു മീഡിയൻ ആണ് അല്ലേ. എന്നാലും Q2 ഇക്വേഷൻ നമുക്ക് അങ്ങനെ ഈ ഒരു ഇക്വേഷനായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. Q2 ഈസ് ഈക്വൽ ടു 2, k എത്രയാണ്, 2, നമ്മൾ 4ാമത്തെ കണ്ടെത്തുന്നത്, ഇൻറ്റു 10 പ്ലസ് 1, 10 ഒബ്സർവേഷൻ ആണ് നമുക്കുള്ളത്, ഡിവൈഡഡ് ബൈ 4. Q3 ആണെങ്കിലോ, Q3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4, സോറി ഡിവൈഡഡ് ബൈ 4. നമ്മൾ 4 കൊണ്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും താഴെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, Q1ഉം Q2ഉം Q3 ഒക്കെ നമ്മൾ കണ്ടെത്തുക. ഇതാണ് എന്ത്, ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ആൻസർ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ ആ എക്സാക്റ്റ് വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ ആൻസർ ആയിട്ട് എടുക്കും. ഡെസിമൽ ആണെങ്കിലോ നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യും. അത് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാക്റ്റ് വാല്യൂസ് ആണ്. നമുക്കിപ്പോൾ ചെയ്ത് കിട്ടിയ ആൻസർ 3 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, 3ാമത്തെ വാല്യൂ ആണ് ക്വാർട്ടൈൽ വാല്യൂ. 4 ആണെങ്കിൽ 4ാമത്തെ വാല്യൂ ആണ് ക്വാർട്ടൈൽ വാല്യൂ. ഈ 4.2 ആണെങ്കിലോ, ഈ 4.5 ആണെങ്കിലോ ഇതിനാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഡെസിമൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇന്റർപോളേറ്റ് ചെയ്യണം. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആദ്യം ഇക്വേഷൻസ് പറയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു തിയറിയും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിലോ, കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് നമ്മുടെ ഇക്വേഷൻ വരുന്നത് QK ഈസ് ഈക്വൽ ടു L പ്ലസ് KN ഡിവൈഡഡ് ബൈ 4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. ഞാൻ അഗെയിൻ ഒരു ഉദാഹരണം പറയാണ്. നമുക്ക് Q1, വി ഹാവ് Q1, വി ഹാവ് Q2, വി ഹാവ് Q3, വി ഹാവ് Q4. റൈറ്റ്, നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്, Q1ഉം Q3 ആണ് നമ്മൾ എക്സാക്ട്ലി ക്വാർട്ടൈലായിട്ട് കണ്ടെത്തേണ്ടത്. Q2 ഓൾറെഡി എന്താണ്, മീഡിയൻ ആണ്. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുള്ളാണ്. നമ്മൾ ഫുള്ള് കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ Q1, Q2, Q3 നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്തു പോകാം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് Q1ഉം Q2ഉം Q3 നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കണ്ടെത്തേണ്ടത് Q1 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ K എന്താണ്, 1 ആണല്ലേ K. L എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാർട്ടൈൽ ക്ലാസ്സിൻ്റെ ഏറ്റവും ലോവർ ക്ലാസ്. നമുക്ക് ലോവർ ലിമിറ്റും ഉണ്ടാവും അപ്പർ ലിമിറ്റും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് എഴുതുന്നുണ്ട് കേട്ടോ. 0 to 10, 10 to 20, 20 to 30. ഞാൻ ജസ്റ്റ് ഒരു എക്സും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എക്സും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്വാർട്ടൈൽ നോക്കിയ സമയത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം വേറെ ചെയ്യാം. എനിക്ക് ഇതാണ് എൻ്റെ ക്വാർട്ടൈൽ വാല്യൂ ആയിട്ട് കിട്ടിയത്. ഇതിൽ L എത്രയാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ L എത്രയാണെന്നുള്ളത്? 10. അതായത് നമുക്ക് ഏതൊരു ക്ലാസ്സിനും എന്തുണ്ടാവും, ലോവർ ലിമിറ്റും ഉണ്ടാവും അപ്പർ ലിമിറ്റും ഉണ്ടാവും. ലോവർ ലിമിറ്റ് എന്താണ്, ആ ക്ലാസ്സിൻ്റെ ഏറ്റവും ചെറുത്. ഇതാണെന്ത്, ലോവർ ലിമിറ്റ്. ഈ 20 ആണെന്ത്, അപ്പർ ലിമിറ്റ്. അതായത് എവിടെയാണോ നമ്മൾ ഇനി എങ്ങനെയാണ് ഇതിലേക്ക് പോകുക, അതായത് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, സോ വി ഹാവ് ലോവർ ലിമിറ്റും ഉണ്ട് അപ്പർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, 10 ആണ്. ഇനി N എന്ന് പറഞ്ഞാൽ എന്താണ്,
ക്യുമുലേറ്റീവ് ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്ത് എൻ, അല്ലെങ്കിൽ ടോട്ടൽ എന്നിൻ്റെ ടോട്ടൽ ആണെന്ത് നമ്മൾ എഫിൻ്റെ ടോട്ടൽ ആണെന്ത് എൻ. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. ഒന്നെങ്കിൽ അത് സിഗ്മ എഫ് ആണ്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ആണെന്ത് എൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സി എഫ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഫസ്റ്റത്തെ സി എഫ് എത്രയാണ്? ഫസ്റ്റത്തെ സി എഫ് എത്രയാണ് ഈ 3. ടേബിളിൽ? എത്രയാണ്? 3. അതെ, ഫസ്റ്റത്തെ സി എഫ് എത്രയാണ്? 3 ആണ്. സെക്കൻഡത്തെ സി എഫ് എത്രയാണ്? സെക്കൻഡ് സി എഫിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുകളിലുള്ളത് ആഡ് 3 ചെയ്യില്ലേ? plus 5. 3 + 5 8. തേർഡ് സി എഫ് എത്രയാണ്? തേർഡ് സി എഫിലേക്ക് പോകുമ്പോൾ 3 + 5 + 12 നമ്മൾ എല്ലാം ആഡ് ചെയ്യും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? തൊട്ട് മുകളിലുള്ള സി എഫും ഈ എഫും തമ്മിൽ ആഡ് ചെയ്താൽ മതി. 8 + 12 സി എഫ് എത്രയാണ്? 20. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിവൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു? സി എഫ് കണ്ടെത്തി. അപ്പോൾ ഇനി ഇവിടുത്തെ സി എഫ്, നമ്മൾ ഇക്വേഷനിൽ ഒരു സി എഫ് ഉണ്ട് അല്ലേ? ഈ സി എഫ് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബിഫോർ ദ ക്വാർട്ടൈൽ ക്ലാസ്. നമ്മൾ പറഞ്ഞു ക്വാർട്ടൈൽ ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ് ഇതാണെങ്കിൽ ഇവിടുത്തെ സി എഫ് എത്രയാണ്? തൊട്ട് മുകളിലുള്ള സി എഫ്, അതിൻ്റെ സി എഫ് അല്ല, തൊട്ട് മുകളിലുള്ള സി എഫ്. 8ന് തൊട്ട് ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ്. ഇതിന് തൊട്ട് മുകളിലുള്ള സി എഫ് ഏതാണ്? 3. അപ്പോൾ ഇവിടുത്തെ സി എഫ് എന്തായിരിക്കും? നെക്സ്റ്റ് പ്രിസീഡിങ് ക്ലാസ്സിൻ്റെ സി എഫ് ആയിരിക്കും. ഇനി എഫ് എന്ന് പറഞ്ഞാലോ ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അത് ഇവിടെ എത്രയാണ്? 5 ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ക്ലാസ് വിഡ്ത്ത് ഹിയർ ഓർ ക്ലാസ് ഇൻ്റർവെൽ? 10. 10 ആണോ? യെസ്, 10 ആണെന്ത് ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? എച്ച് എങ്ങനെ കണ്ടെത്തുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 20 - 10 10 - 0. ഇതൊക്കെ ഈക്വൽ ക്ലാസ്സുകളാണ് അല്ലേ? എല്ലാത്തിൻ്റെയും ക്ലാസ് വിഡ്ത്ത് 10 ആണ്. ചില സമയത്ത് നമുക്ക് അൺഈക്വൽ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ തരും. ചിലപ്പോൾ ക്ലാസ് 5 ആയിരിക്കും, ചിലപ്പോൾ ക്ലാസ് 10 ആയിരിക്കും, ചിലപ്പോൾ ക്ലാസ് 20. അത് സെയിം ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാക്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് തന്നെ കണ്ടെത്തണം. നിങ്ങൾ ഗസ് ചെയ്യാൻ നിൽക്കരുത്, ഒന്ന് ജസ്റ്റ് കുറച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇനി ഫസ്റ്റ് ക്വാർട്ടൈലാണ് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ കെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന കെ 1 ആയിരിക്കും. ഫസ്റ്റ് ക്വാർട്ടൈലാവുമ്പോൾ ഇക്വേഷൻ 1 ആവും. സെക്കൻഡ് ക്വാർട്ടൈലാവുമ്പോൾ ഇക്വേഷൻ എന്താവും? ഈ കെ എന്നുള്ളത് 3 ആവും. ബാക്കിയൊക്കെ സെയിം ആയിട്ടാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടാവുക. ഇനി ജസ്റ്റ് ക്വാർട്ടൈലിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറയാം. ഈ ഒന്ന് അഡ്വാൻറ്റേജസ് എന്താണ്? ഈസി ടു കമ്പ്യൂട്ട്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്വാർട്ടൈൽ കണ്ടെത്താൻ എന്താണ്? വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്ക്യൂനെസ്സും ഔട്ട്ലയേഴ്സും കണ്ടെത്താൻ പറ്റും. വാട്ട് ഈസ് സ്ക്യൂനെസ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആണ് നമ്മൾ എപ്പോഴാണ് പറയുക? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഒരു ബെൽ ഷേപ്പ്. ഓക്കെ, സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിയണം. ഇതെന്താണ്? ഇതൊരു സ്ക്യൂ ആണ്, ഇതൊരു സ്ക്യൂനെസ് ആണ്, ഇതൊരു സ്ക്യൂനെസ് ആണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള കേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ത്രൂ ദ ക്വാർട്ടൈൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മീനിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? ഒന്നും കൂടി എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യാത്തൊരു കേസാണ്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിലെ മൊത്തം ആളുകളുടെ ഇൻകത്തിൻ്റെ മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ചിലപ്പോൾ അംബാനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇൻകം ഉണ്ടാവും, സാധാരണക്കാർക്കോ 100 - 20 ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രീം ഐറ്റംസ് എന്ത് ചെയ്യും? മീനിനെ എഫക്റ്റ് ചെയ്യും. അത് മീനിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പക്ഷെ ക്വാർട്ടൈൽ ഡീവിയേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല? ആ ഒരു എഫക്ഷൻ നമുക്ക് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ മീനും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രിസൈസ് വണ്ണല്ല എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമ്മൾ നോർമലി ഡീവിയേഷൻസ് കണ്ടെത്താൻ യൂസ് ചെയ്യൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള ST തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാറില്ല? ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സ്മാൾ സാമ്പിൾസ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 - 4 സാമ്പിൾസ് മാത്രമുള്ള സാമ്പിൾ ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല? ഡാറ്റ സെറ്റിനെ ഫുള്ളായിട്ട് അതെന്ത് ചെയ്യില്ല? ക്യാപ്ചർ ചെയ്യില്ല. അതെന്ത് ചെയ്യും? ഒമിറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് അതിനൊന്നും ഒരു ഹയർ തിയറീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ, നമ്മളിപ്പോൾ ക്വാർട്ടൈലിൻ്റെ ഇക്വേഷൻ പറഞ്ഞു അല്ലേ?
ഇനി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാർട്ടൈൽ ഡീവിയേഷനിലേക്ക് പോകാൻ പറ്റും. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ കണ്ടെത്തുക Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മൾ പറഞ്ഞു വി ഹാവ് Q1, വി ഹാവ് Q2, വി ഹാവ് Q3, വി ഹാവ് Q4. Q4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളാണ്. Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മീഡിയൻ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുക Q1ഉം Q3 ആണ്. Q3യിൽ നിന്ന് Q1 കുറച്ച് കഴിഞ്ഞ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കതിനെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. ഇനി ഈ Q3 മൈനസ് Q1 ഉണ്ടല്ലോ, ഒരു എക്സാമിന് ഇത് ചോദിച്ചിരുന്നു കേട്ടോ. Q3 മൈനസ് Q1 ഉണ്ടല്ലോ, ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ ജസ്റ്റ് Q3 മൈനസ് Q1 മാത്രം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കിട്ടും. ഇതിനെയാണ് നമ്മൾ IQR എന്ന് പറയാം, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. Q3യിൽ നിന്ന് Q1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കിട്ടും. ഈ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. അപ്പോൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണ്? Q3 മൈനസ് Q1 ആണ്. അതിൻ്റെ പകുതിയാണെന്ത്? അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണെന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മറ്റൊരു പേരാണെന്ത്? സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് 2019 ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനാണ് എനിക്ക് തോന്നുന്നത്. സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ഈ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണ്? Q3 മൈനസ് Q1 ആണ്. അതിൻ്റെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണ്? Q3 മൈനസ് Q1 ആണ്. സെമി എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതിയാണ്. അപ്പോൾ അതിന് നേരെ പകുതി എടുത്താൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആയിട്ടുള്ള Q3 മൈനസ് Q1ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇത് ഓക്കെ ആണോ? ദെൻ വി ക്യാൻ മൂവ് ടു ദ പ്രോബ്ലംസ്. Yes, sir. ഓക്കെ ഫെബിന, ഹർഷാന, ശിവ, യെസ് സർ. ഓക്കെ ഹർഷാന. ഞാൻ ക്ലാസ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം വന്ന, അപ്പൊ ഇതിന്റെ മുന്നുള്ള ഭാഗമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്? നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ്, ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്, കണ്ടിന്യൂസ് സീരീസ് എന്താണ്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും ഇൻഡിവിജ്വൽ സീരീസിൻ്റെയും ഇക്വേഷൻ സെയിം ആണ് ക്വാർട്ടൈലിൽ വരുന്നത്. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ക്ലാസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലോവർ ലിമിറ്റ് ഒക്കെ വരുന്ന ഇക്വേഷനിലേക്ക് മാറും. ഇനി Q1ഉം Q2ഉം Q3ഉം Q4 ഉണ്ട്. Q1ഉം Q3ഉം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ ക്വാർട്ടൈൽ കണ്ടെത്താൻ പറ്റും. ഇന്റർ ക്വാർട്ടൈലിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റത്തെ പ്രോബ്ലം. 5, 8, 12, 16, 20, 25, 30, 35, 40, 50. ഇതെന്താണ്? ഒരു റേഞ്ച് ആണ് അല്ലേ? ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? അത് ചെയ്യണ്ട. ഇനി എക്സാമിന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറില്ല. ഇങ്ങനെ നമുക്ക് ചോദിക്കാറുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വാർട്ടൈൽ കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഉണ്ടാവില്ല എന്താണ്? വി ഹാവ് ടു അറേഞ്ച് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിൽ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? നമ്മൾ ആ പണി ചെയ്യേണ്ടതില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും വി ഹാവ് ടു ഫൈൻഡ് ദ n. നമ്മൾ n കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യണം? n കണ്ടെത്തണം. ഇവിടുത്തെ n എത്രയാണ്? ഇവിടുത്തെ n എത്രയാണ്? 10 ആണ്. 10 ആണ് എന്ത് ഇവിടുത്തെ n. അതെങ്ങനെ കണ്ടെത്തുക? നമ്മൾ ഓരോന്ന് എണ്ണുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് ഫ്രീക്വൻസി ഇല്ലാത്തൊരു ഡാറ്റയുടെ n എപ്പോഴും എന്തായിരിക്കും? നമ്മൾ എണ്ണുന്നതാണ് n. ഇനി അഥവാ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിന് n എങ്ങനെ? ഞാൻ ഫ്രീക്വൻസിയും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 3, 4, 10, 6, 8, 7, 5, 2, 1, 3. ഇത് ഫ്രീക്വൻസിയാണ്, ഇത് x ആണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ n നമ്മൾ എങ്ങനെ കണ്ടെത്തുക? സിംപ്ലി എന്ത് ചെയ്യുക? n is equal to സിഗ്മ എഫ് ആണ്. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ n എന്താണ്? അത് എഫിൻ്റെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n. അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ആയിരിക്കും n. രണ്ടും സെയിം ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ആയിരിക്കും എന്ത്? സിഗ്മ എഫ് എന്നുള്ളത്.
ഇനി എക്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് എണ്ണിയാൽ മതി. ഇങ്ങനെയാണ് എത്രയാണോ ഉള്ളത് അത് മൊത്തം എന്ത് ചെയ്യുക, ഒന്ന് എണ്ണുക എന്നുള്ളതാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ദ എൻ. എൻ എത്രയാണ്? എൻ ഈസ് ഈക്വൽ ടു 10. ഇനി നമുക്ക് എന്തുണ്ട്, Q1 കണ്ടെത്തേണ്ടതുണ്ട്, Q3 കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ? Q2 കണ്ടെത്താൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി Q1ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Q1 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നോർമൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതിയത്? നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നോർമൽ ഇക്വേഷൻ Kn+1 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, Q1 ഓർ ക്വാർട്ടൈൽ ഈസ്, ഞാൻ Q എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ക്വാർട്ടൈൽ ഈസ് ഈക്വൽ ടു K ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Q1ലേക്ക് പോകാൻ പറ്റും. Q1 ഈസ് ഈക്വൽ ടു Kൻ്റെ പകരം എന്താവും, 1 ആവും. 1 ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 4. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, Q1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 4. സോ Q1 ഈസ് ഈക്വൽ ടു 1 എത്രയാണ്? 1 തന്നെയാണ് അല്ലേ? n എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 എത്രയാണ്? 11. 1 ഇൻറ്റു വെയിറ്റ് 1 ഇൻറ്റു 10 പ്ലസ് 11, 10 പ്ലസ് 1 എത്രയാണ്? 11 ഡിവൈഡഡ് ബൈ 4. 1 ഇൻറ്റു 11 എത്രയാണ്? 11 തന്നെ അല്ലേ? സോ 11 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2.75. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, Q1ൻ്റെ പൊസിഷനായിട്ട് കിട്ടിയത്. Q1ൻ്റെ പൊസിഷനായിട്ട് കിട്ടിയത് എത്രയാണ്? 2.75 എന്നുള്ളതാണ്. ഇനി ഇത് കാണിക്കുന്ന, ഇത് അങ്ങനെ ഒരു വാല്യൂ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നമുക്ക് 5, 8, 12, 16, 20, 30, 25 അങ്ങനെയാണ് പോകുന്നില്ലേ? അപ്പോൾ 2.75 ആണ് Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, K1 ആണെങ്കിൽ അത് കാണിക്കുന്ന എന്താണ്? ഫസ്റ്റ് ക്വാർട്ടൈൽ എന്നുള്ളതാണ്. ഇനി K3 ആണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? തേർഡ് ക്വാർട്ടൈൽ. K2 ആണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? സെക്കൻഡ് ക്വാർട്ടൈൽ. നമ്മൾ Kൻ്റെ വാല്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വാർട്ടൈൽ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ Kക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതാണ് എന്ത് ക്വാർട്ടൈലിലെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്താണ്? 2.75. ഇത് കാണിക്കുന്ന എന്താ പറയുക, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഡെസിമൽ അല്ലെങ്കിൽ ഇൻറ്റിജറിൻ്റെ കേസ് വരുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ ചിലപ്പോൾ ആൻസർ എത്ര വരെ അറിയോ? 5. അങ്ങനെയാണ് നമുക്ക് അഞ്ചാമത്തത് എടുത്താൽ മതി. 1, 2, 3, 4, 5 ഇതായിരിക്കും അപ്പോൾ ക്വാർട്ടൈൽ. ഇനി അതല്ല 2 ആണ് ആൻസർ കിട്ടിയത്, അപ്പോൾ രണ്ടാമത്തായിരിക്കും ക്വാർട്ടൈൽ. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് 2.75. അത് കാണിക്കുന്ന എന്താ അറിയോ? 2.75 ഏത് നമ്പറാണോ ഉള്ളത് അതാണ് ഇവിടുത്തെ Q1 എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ നമ്പർ ഉണ്ട്, രണ്ടാമത്തെ നമ്പർ ഉണ്ട്, മൂന്നാമത്തെ നമ്പർ ഉണ്ട്. അപ്പോൾ 2.75 എവിടെ ഉണ്ടാവുക? ഈ ബിറ്റ്വീൻ 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് എന്തുണ്ടാവുക? നമുക്ക് ക്വാർട്ടൈൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മിനിറ്റ്, എൻ്റെ PPT പോയിട്ടില്ലല്ലോ മക്കളെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർപൊളേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് വേർഡ്? ഇന്റർപൊളേഷൻ. വി ഹാവ് ടു ഡു ഇന്റർപൊളേഷൻ. അപ്പോൾ നമ്മൾ ഇന്റർപൊളേഷൻ ചെയ്യാൻ പോകും. നിങ്ങൾ ഓൾറെഡി ഇത് ബാസിസ് സാർ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ജസ്റ്റ് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എങ്ങനെ ഇന്റർപൊളേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്റർപൊളേഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മനസ്സിലായി എന്ത് വാല്യൂ കിടക്കുന്നത് എവിടെയാണ്? ദ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 2 and 3. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിലാണ്, 2ൻ്റെയും 3ൻ്റെയും നടുവിലാണ് എന്ത് ചെയ്യുന്നത്? 2 അല്ലെങ്കിൽ മുക്കാലിലാണ് എന്ത് ചെയ്യുന്നത്? 2.75 കിടക്കുന്നത്. സോ വി ഹാവ് ടു ഡു ദ ഇന്റർപൊളേഷൻ. ഇനി രണ്ടാമത്തെ വാല്യൂ എത്രയാണ്? 8 ആണ് രണ്ടാമത്തെ വാല്യൂ, 12 ആണ് മൂന്നാമത്തെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാലിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ Q1 കിടക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഇന്റർപൊളേറ്റ് ചെയ്യുക. Q1 ഈസ് ഈക്വൽ ടു
രണ്ടാമത്തെ വാല്യൂ എത്രയാണ്? 8. ശ്രദ്ധിക്കട്ടോ, 8 പ്ലസ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാമത്തെ വാല്യൂ 8, അതാണെന്ത് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമുക്ക് എന്താ ഉള്ളത്? 7.5 ആണ്. 7.5 ഇൻറ്റു 12 മൈനസ് 8. 12 ഏതാണ്? തേർഡ് മൈനസ് മൂന്നാമത്തത് വാല്യൂ മൈനസ് രണ്ടാമത്തെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റർപോളേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ? Q1 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 2.75 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 എന്നാണ് Q1 കിട്ടിയതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വാല്യൂ എടുത്താൽ മതി. 3 എന്നാണെങ്കിൽ മൂന്നാമത്തെ വാല്യൂ എടുത്താൽ മതി. ഇവിടെ എന്തല്ല, 2 അല്ല 3 അല്ല 2.75 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് കാൾഡ് 8 പ്ലസ് എത്രയാണ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ ഉള്ളത്? ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ എത്രയാണുള്ളത്? സോറി 7.5 അല്ല കേട്ടോ, 0.75 അല്ലേ? 0.75 ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ എത്രയുള്ളത്? 0.75. അതിടുക ഇൻറ്റു 12 മൈനസ് 8. 12ൽ നിന്ന് 8 കുറക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക? 8 പ്ലസ് 8 അവിടെ ഉണ്ട്. 8 പ്ലസ് 12 മൈനസ് 8 എത്രയാണ്? 12 മൈനസ് 8 എത്രയാണ്? 4 ആണ് അല്ലേ? 0.75 ഇൻറ്റു 4 എന്നുള്ളതാണ്. 0.75 ഇൻറ്റു 4. അപ്പം എത്രയാണ് വരിക? 4ൻ്റെ 0.75 എത്രയാണ്? 4 0.75 മീൻസ് 3 അല്ലേ? ഓക്കെ, സോ 8 പ്ലസ് 3 ഈസ് ഈക്വൽ ടു എത്ര? ആൻസർ 11. സോ Q1ൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്, വിച്ച് മീൻസ് 11 എന്നുള്ളത്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? Q4. Q3 നമ്മൾ Q4 നമ്മൾ കണ്ടെത്തണ്ട. Q2 വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. നമുക്ക് ലാസ്റ്റത്തെ പ്രോബ്ലം എന്തായാലും Q2 കണ്ടെത്താം, നിങ്ങൾ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? Q3യിലേക്ക് പോകാം. Q3 നമ്മുടെ ഇക്വേഷൻ എന്താ? Q3ക്ക് വരിക QKൻ്റെ ഇക്വേഷൻ. അതിന് QKൻ്റെ ഇക്വേഷൻ എഴുതട്ടെ. QK ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന എന്താ അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിൽ അത് പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. QK ഈസ് ഈക്വൽ ടു KN+1 ഡിവൈഡഡ് ബൈ 4. ഈ K എന്താണ്? മൂന്നാമത്തതാണ് കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ Q3 ആണെങ്കിൽ K എന്താവും? 3 ആവും. Q1 ആണെങ്കിൽ K എന്താവും? 1 ആവും. Q2 ആണെങ്കിൽ 2 ആവും. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q3 ഡിറൈവ് ചെയ്യാൻ പറ്റും. 3 ഇൻറ്റു N+1 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 3N+1 ഡിവൈഡഡ് ബൈ 4. N എത്രയാണ്? നമുക്ക് നേരത്തെ കണ്ടെത്തിയത് എത്രയാണ്? N എത്രയാണ്? 10. N എത്രയാണ് ഉണ്ടായിരുന്നത്? 10 ആണല്ലേ? 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 പ്ലസ് 1 11 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 11 എത്രയാണ്? 1 11 22 33 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്ര വരിക? കാൽക്കുലേറ്റർ എടുക്കിയുള്ളവർ 33 ഡിവൈഡഡ് ബൈ 4 3.5 ആണ് സർ. എത്ര? 3.5. ഒന്നും കൂടി കാൽക്കുലേറ്റർ എടുക്കുമ്പോളെ 33 ഡിവൈഡഡ് ബൈ 4 എത്രയാ വരിക? 8.25. യെസ്, 8.25. എഗെയിൻ 8 വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എട്ടാമത്തെ എടുത്താൽ മതി. 4 5 6 7 8 9 10. 8 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ടാമത്തെ എടുത്താൽ മതി. നമുക്ക് വന്ന എന്താണ്? 8.25. എഗെയിൻ നമ്മൾ അത് എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ വാല്യൂ എടുക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദ 8th ആൻഡ് 9th വാല്യൂ. 35ൻ്റെയും 40ൻ്റെയും ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാല്യൂ കിടക്കുന്നത്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇൻ്റർപോളേഷൻ നടത്തണം. ഇൻ്റർപോളേഷൻ നമ്മൾ ഇവിടെ എങ്ങനെ നടത്തുക? 35 40 ഇതാണ് കേട്ടോ വാല്യൂ. എട്ടാമത്തെ എന്താണ്? 35 ആണ്. സോ Q3 ഈസ് ഈക്വൽ ടു 35 പ്ലസ് 8.25 അല്ലേ? ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? 0.75
25 ഇൻറ്റു 9th പൊസിഷൻ എന്തായിരുന്നു 40 ആണ് അല്ലേ 40 മൈനസ് 35 ഓക്കെ ഇസ് ഈക്വൽ ടു 35 പ്ലസ് 0.25 ഇൻറ്റു 40 മൈനസ് 35 എത്രയാണ് 5 റൈറ്റ് ഇസ് ഈക്വൽ ടു 35 പ്ലസ് 0.25 ഓഫ് 5 0.25 ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താ 5ൻ്റെ 5ൻ്റെ 4ൽ 1 ആൻസർ എത്രയാ വരിക 1.25 ഈസ് ഈക്വൽ ടു എത്ര വരിക 36.25 ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടി Q3 കിട്ടി നമ്മൾ Q3 എത്ര കിട്ടിയത് 36.25 Q1 എത്രയാ കിട്ടിയത് 11 അല്ലേ അപ്പോൾ ഇനി നമ്മൾ ചോദിക്കുകയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ എന്തായിരുന്നു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റ് ഓഫ് ശിവ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 Q3 എത്രയാണ് 36.25 Q1 എത്രയാണ് 11 ഡിവൈഡഡ് ബൈ 2 അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരിക ക്വാർട്ടൈൽ ഡീവിയേഷൻ 36.25 മൈനസ് 11 ഡിവൈഡഡ് ബൈ 2 എത്ര വരിക 12.625 ഇനി ശിവ ഡൗട്ട് ചോദിക്ക് സർ നമ്മുടെ Q3 നമുക്ക് കിട്ടിയത് അപ്പൊ ഡെസിമലിൽ കിട്ടുന്നോണ്ട് കുഴപ്പമില്ല മറ്റേത് ഡെസിമൽ ആയോണ്ടല്ലേ നമ്മള് പിന്നെയും ഇത് ചെയ്തത് അല്ല നമുക്ക് പൊസിഷൻ ആണ് മോളെ നമുക്ക് നേരത്തെ ഇവിടെയും കിട്ടിയത് നമുക്ക് ഇതല്ലേ പൊസിഷൻ അല്ലേ കിട്ടിയത് നമുക്ക് ആദ്യം കിട്ടുന്ന വാല്യൂ എന്താണ് ഇതാണ് കിട്ടിയത് ഇത് പൊസിഷനാണ് നോട്ട് എക്സാക്ട് Q1 എക്സാക്ട് Q1 എവിടെയാണ് കിടക്കുന്നത് ഇപ്പോൾ പൊസിഷൻ ഇവിടെ 2 എന്നാണ് കിട്ടിയത് കുട്ടികൾ അതിനർത്ഥം എന്താ അറിയോ രണ്ടാമത്തെ വാല്യൂ ആണ് Q1 Q3 ആയിട്ട് നമുക്ക് കിട്ടിയത് 9 ആണെന്ന് കുട്ടികൾ അതിനർത്ഥം എന്താ പറയുക 9ാമത്തെ വാല്യൂ ആണ് Q1 അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റും രണ്ടാമത്തെ വാല്യൂ എത്രയാണ് 8 അപ്പോൾ 8 ആണ് Q1 9ാമത്തെ വാല്യൂ എത്രയാണ് 40 അപ്പോൾ 40 ആണ് Q3 നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ് ഇവിടെ കിട്ടിയത് Q1 ആയിട്ട് കിട്ടിയത് 2.75 ആണ് അത് പൊസിഷനാണ് ആ Q1 എന്ന് പറഞ്ഞാൽ Q1ൻ്റെ വാല്യൂ എത്രയാണ് രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തതിൻ്റെയും ഭാഗത്ത് കിടക്കുന്ന ബിറ്റ്വീൻ 2 ആൻഡ് 3 ആയിരിക്കും 2.75 ആണ് അതിനാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഇൻ്റർപൊളേഷൻ ഇവിടെ നടത്തിയത് ഇനി Q3 എവിടെയാണ് കിട്ടിയത് Q3യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത് Q3യുടെ വാല്യൂ മീൻസ് Q3യുടെ പൊസിഷൻ വാല്യൂ 8.25 ആണ് ഓക്കെ ഈ 8.25 കിട്ടിയത് കൊണ്ടല്ല നമ്മൾ എന്തിലേക്ക് ചെയ്ത് ഇതല്ല ആൻസർ നമുക്ക് ഈ 25 വന്നത് കൊണ്ട് ഇത് പൊസിഷനാണ് 8.25 മീൻസ് ബിറ്റ്വീൻ 8 ആൻഡ് ബിറ്റ്വീൻ 9 ഇവിടെയാണ് 9 ബിറ്റ്വീൻ 8 ആൻഡ് ബിറ്റ്വീൻ 9 ആണെന്ത് നമ്മുടെ ആൻസർ കിടക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് ചെയ്തത് ഇൻ്റർപൊളേറ്റ് ചെയ്തത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്വാർട്ടൈലിൽ ഇവിടെ എന്തുണ്ട് 25 ഉണ്ടോ അത് നമുക്ക് വിഷയമല്ല അതവിടെ ഉണ്ടായിക്കോട്ടെ അത് നമ്മുടെ പൊസിഷനാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ വിത്ത് എക്സാമ്പിൾ നമുക്ക് 2 തരത്തിലുള്ള വാല്യൂസ് ഉണ്ട് നേരത്തെ ആരും വാല്യൂസ് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു ഉദാഹരണം അതായത് ഒരു കുട്ടിയുടെ ഹൈറ്റ് എത്രയൊക്കെ വരും 106 ഇപ്പം എൻ്റെ ഹൈറ്റ് 160.5 എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 171 എൻ്റെ എക്സാക്റ്റ് ഹൈറ്റ് 171 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ വെയിറ്റ് ഉണ്ടാവുക കറൻ്റ്ലി ഒരു 71 കിലോഗ്രാം ആണ് ഇതാണ് എൻ്റെ ഹൈറ്റും എൻ്റെ വെയിറ്റും ഇതെന്താവാം ഒരു പക്ഷേ ഹൈറ്റിന് കൂടുതലുണ്ടാവില്ല ഓക്കെ വെയിറ്റ് എന്താവാം 73.5 ആവാം അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡയറ്റ് എടുക്കുകയാണെങ്കിൽ 65.1 ആവാം ഇത് ഇവിടെ 0.1 വരും അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ അതേസമയം ക്ലാസ് ഇപ്പം നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലുള്ള കുട്ടികളുടെ എണ്ണം ഞാൻ പറയുകയാണ് 13.5 ഇത് പോസിബിൾ ആണോ 13.5 കുട്ടികൾ നമ്മുടെ മീറ്റിങ്ങിലുണ്ട് എന്നുള്ളത് അല്ല കാരണം എന്താണ് ഇതൊരു സ്പെസിഫിക് വാല്യൂ വേണം പൊസിഷനാണിത്
അപ്പോൾ പൊസിഷൻ്റെ കേസിൽ നമുക്ക് എന്ത് വേണം? എക്സാക്റ്റ് വാല്യൂസ് വേണം. അല്ലെങ്കിൽ എക്സാക്റ്റ് വാല്യൂസ് ഇല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സാക്റ്റ് പൊസിഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റ് കിട്ടിയിട്ടുള്ള Q1ൻ്റെ വാല്യൂ അത് പൊസിഷൻ. നിങ്ങൾ മോഡിൻ്റെ മറ്റൊരു പേരെന്താണ്? മോഡിൻ്റെ നിങ്ങൾ മീൻ മീഡിയൻ മോഡ് പഠിച്ചില്ല, അതിന് മോഡിനൊരു പേരുണ്ട്. അതെന്താ? പൊസിഷണൽ ആവറേജ് എന്ന് മോഡിന് പറയും. പൊസിഷണൽ ആവറേജ്, അതായത് പൊസിഷനാണ് മോഡിൽ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ പൊസിഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻ്റർപോളേറ്റ് ചെയ്യണം. ലാസ്റ്റ് കിട്ടുന്ന ആൻസറിൽ ഇവിടെ 11 ആണ്. 11.3 വന്നാലോ 33.5 വന്നാലൊന്നും പ്രശ്നമില്ല. അത് ക്വാർട്ടൈലിൻ്റെ Q1ൻ്റെ എക്സാക്റ്റ് ആൻസർ ആണ്. നമ്മൾ ആദ്യം കണ്ടെത്തുന്ന ഇതെന്തല്ല, എക്സാക്റ്റ് ആൻസർ അല്ല, അതിൻ്റെ പൊസിഷനാണ്. ക്ലിയർ ആയോ ശിവനന്ദ? യെസ് സർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറഞ്ഞിരുന്നില്ലേ? വി വിൽ ഹാവ് ക്ലാസ് ഇൻ്റർവെല്ലിൽ ഉണ്ടാവും. അതായത് 0 to 10, 10 to 20, 20 to 30. നേരത്തെ ഫെബിനെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടായിരുന്നത്, ഫെബിനെ ഉദ്ദേശിച്ച ഉദാഹരണം എന്ന് പറഞ്ഞാൽ ക്ലോസ് എൻഡ് ക്ലാസ്സും ഓപ്പൺ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സുമാണ്. അതായത് ഫെബിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക 0 to 9, 10 to 19, 20 to 29. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതെന്താ പറയുക? എക്സ്ക്ലൂസീവ് ഓർ ഇൻക്ലൂസീവ്. ഇതേതാണ്? ഓക്കെ, ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്, ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്, ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഇത് എക്സ്ക്ലൂസീവ് ആണ്, ഇത് ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ അതാണ് നേരത്തെ ഫെബിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതല്ല കണ്ടിന്യൂസും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലുകളായിട്ട് വരുന്നതാണ്. ആ ക്ലാസ് ഇൻ്റർവെല്ലിലെ അണ്ടറിലാണ് എന്തുള്ളത്? ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇൻക്ലൂസീവോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവോ ഒക്കെ വരുന്നത്. ഇതെന്താണ്? ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്? ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് മീനൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ പറയേണ്ടതാണ്. എന്നാൽ ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. സർ അത് 2 തവണ 10 ആകുമ്പോൾ 2 ഇതിലും റിപ്പീറ്റ് ആവുന്നോണ്ടാണോ? അതെ, പക്ഷെ എന്തുകൊണ്ട് ഇവിടെ എക്സ്ക്ലൂഷൻ വരുന്നത്? ഇപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ തന്നാൽ നിങ്ങൾ ഇതിൽ ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക? നമുക്ക് 2 10 ഉണ്ടല്ലോ, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. 10 വന്നാൽ നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുത്തുക? ഫസ്റ്റ് ക്ലാസ്സിലാണോ സെക്കൻഡ് ക്ലാസ്സിലാണോ? അല്ലെങ്കിൽ 10 പോട്ടെ. 20 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സെക്കൻഡ് ക്ലാസ്സിലാണ്, നമുക്ക് 2 20 ഉണ്ട് അല്ലേ, സെക്കൻഡ് ക്ലാസ്സിലാണോ തേർഡ് ക്ലാസ്സിലാണോ ഉൾപ്പെടുത്തുക? തേർഡ് ക്ലാസ്സിലാണ് അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. 40 നമ്മൾ എവിടെ ഉൾപ്പെടുത്തുക? ഇവിടെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്ക്ലൂഡ് ചെയ്തു. ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്. ഇനി ഇൻക്ലൂസീവ് ക്ലാസ് ആകുമ്പോഴോ ഇവിടെ ഒന്നിനെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരില്ല. ഇവിടെ ക്ലാസ് എങ്ങനെ വരിക? ഇൻക്ലൂസീവ് ക്ലാസ് ആണെങ്കിൽ 0 to 9. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ ഹർഷന? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50ന്റെ കേസ് വരുമ്പോ 40 to 50 വരുമ്പോ 50 നമ്മൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യല്ലേ? 50 നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്യുക. ശരിക്കും 50 എന്നുള്ള വാല്യൂ തന്നു കഴിഞ്ഞാൽ ശരിക്കും വരേണ്ടത് 50 to 60 എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ 40 to 49 വരെയുള്ള ആ ഒരു ക്ലാസ്സസ് മാത്രമേ റേഞ്ച് ഇതിൽ വരുള്ളൂ എന്നർത്ഥം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് ഇൻക്ലൂസീവ് ക്ലാസ്. 20 to 29, 30 to 39 ഇങ്ങനെ. ഇവിടെ നമുക്ക് എക്സാക്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 10 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ നമുക്ക് എന്തേ ഉള്ളൂ? ഒരു ക്ലാസ്സിലെ 10 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. 30 ഒരു ക്ലാസ്സിലെ 30 ഉള്ളൂ, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ഒന്നിനെയും എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഇൻക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ് കണ്ടെത്താൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. ഇതാണ് എക്സ്, ഇതാണ് എഫ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ സി എഫ്. സി എഫ് പറയൂ. ഫസ്റ്റ് സി എഫ് എത്രയാ വരിക? 5.
ഫസ്റ്റ് സി എഫ് എത്രയാണ്? 5, 5. സെക്കൻഡ് സി എഫ് എത്രയാണ്? 13. 30. 13, തേർഡ് സി എഫ് എത്രയാണ്? 25, 25. ഫോർത്ത് സി എഫ് എത്രയാണ്? 31, 31. ഫിഫ്ത്ത് സി എഫ് എത്രയാണ്? 35. 35. അപ്പൊ ഇവിടുത്തെ n എത്രയാണ്? n is equal to, നിങ്ങൾ സി എഫ് എന്തായാലും നിങ്ങൾ കണ്ടെത്തണം. 35. ശരിക്കും n നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? സിഗ്മ എഫ് ആണ് എന്ത്? n. അപ്പൊ നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി കണ്ടെത്തുന്നതുകൊണ്ട് ലാസ്റ്റത്തെ സി എഫ് ആയിരിക്കും എന്ത്? സിഗ്മ n. അപ്പോൾ സിഗ്മ എഫ് n is equal to 35, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ഇക്വേഷൻ. ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? ക്യു കെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ്, നിങ്ങൾക്ക് എൻ്റെ അത്ര ഓർമ്മശക്തി ഇല്ലേ? എൽ പ്ലസ് n/4 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഇവിടെ എച്ച് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? Q1ലേക്ക് പോവാണ്. Q1 ഈസ് ഈക്വൽ ടു എൽ പ്ലസ് n/4 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ, ഇവിടെ കെ ഉണ്ടാവും കേട്ടോ, കെ n/4 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അതിൻ്റെ കേസിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ ഒന്ന് വൃത്തിക്ക് എഴുതുന്നുണ്ട് കേട്ടോ ഇക്വേഷൻ. ഇനി വേറെ സ്ലൈഡിലേക്ക് പോവാം അല്ലേ, അതാ ബെറ്റർ. നമ്മൾ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞു. Q is equal to L plus K n/4 minus CF divided by F into H. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, QKയുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? Q1 ഉണ്ടാക്കണം. L plus 1n divided by 4 എന്ന് പറഞ്ഞാൽ എന്താ? 1 into n divided by 4. ജസ്റ്റ് നമുക്ക് 1 കൊണ്ട് നമുക്ക് എന്ത് ഇൻറ്റു ഇതിൽ 1 തന്നെയല്ലേ? സോ ജസ്റ്റ് 1/4 n/4 കൊടുത്താൽ മതി. മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളൊന്ന് പരിഗണിക്കണം കേട്ടോ. എനിക്ക് അത്രേ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളൂ, അതിൻ്റെ പ്രശ്നമാണ്. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ എഴുതുന്നതല്ല കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കണം. നമുക്ക് എല്ല് കണ്ടെത്തണം, n/4 കണ്ടെത്തണം, സി എഫ് കണ്ടെത്തണം, എഫ് കണ്ടെത്തണം, എച്ച് കണ്ടെത്തണം. ഇതിൽ എല്ല് കണ്ടെത്തണമെങ്കിൽ, എഫ് കണ്ടെത്തണമെങ്കിൽ, സി എഫ് കണ്ടെത്തണമെങ്കിൽ, എച്ച് കണ്ടെത്തണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വേണം? ആദ്യം അറിയേണ്ടത് ക്വാർട്ടൈൽ ക്ലാസ് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. സോ ക്വാർട്ടൈൽ ക്ലാസ് കണ്ടെത്താനുള്ള ഇക്വേഷനാണെന്ത്? നമ്മുടെ ഇക്വേഷന് തന്നെയുള്ള ക്വാർട്ടൈൽ ക്ലാസ് നിന്ന് എങ്ങനെ കണ്ടെത്തുക? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓൾറെഡി നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞല്ലേ? ക്വാർട്ടൈൽ ക്ലാസ് ഇസ് ഈക്വൽ ടു, നമ്മൾ മീഡിയൻ ക്ലാസ് ഒക്കെ എങ്ങനെ കണ്ടെത്താറുള്ളത്? മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടെത്തുക? n/2 അല്ലേ? അപ്പൊ ക്വാർട്ടൈൽ ക്ലാസ് എങ്ങനെ കണ്ടെത്തുക? n/4. n/4. n എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? n എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 35. n/4. n/4 ഇവിടെ ചെയ്യുന്നുണ്ട്. ഇസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 4. എത്ര ആൻസർ? 35 ഡിവൈഡ് ബൈ 4 8.75 അല്ലേ? 8.75. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യം വരുന്നത്. നമുക്ക് കിട്ടി n/4 n/4 എന്താണ്? 8.75 ആണ്. ഇനി ഈ 8.75 അടങ്ങിയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ക്ലാസ് ഏതാണോ അതാണ് നമ്മളിവിടെ ക്വാർട്ടൈൽ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. എഗെയിൻ ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. n/4 ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏത് ക്ലാസ്സിലാണോ അതാണെന്ത് നമുക്കുള്ള ക്വാർട്ടൈലിൻ്റെ ക്ലാസ്. അല്ലാതെ അതെന്തല്ല, നോർമൽ ഫ്രീക്വൻസിയുടെ ക്ലാസ് അല്ല. ടേക്ക് എൻ എക്സാമ്പിൾ, നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 8.75 ആണ്. അത് 5ൽ ഇൻക്ലൂഡഡ് ആണോ? 8.75 ഇതിൽ ഇൻക്ലൂഡഡ് ആണോ?
നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കട്ടോ, സി എഫുകൾ നോക്കുക, സി എഫുകൾ മാത്രം നോക്കുക. 5-ൽ പോകുമോ ഈ 8.75? പോകുമോ? ആ സർ. 5-ൽ പോവോ ശിവൻ? എന്താ 5-ൽ എങ്ങനെ 8.75 പോവുക? ഇല്ലില്ല ഇല്ല. നോ സർ. ഓക്കെ ഓക്കെ, ഞാൻ ആന്നാ കേട്ടോ, സോറി. 13-ൽ പോകുമോ? യെസ്. 13-ൽ പോകും. അപ്പോൾ ഇതാണ്, അപ്പോൾ നമ്മൾ 13 എന്നുള്ള ഈ സി എഫിൻ്റെ ക്ലാസ് ആണെന്ത് നമുക്ക് വരേണ്ട നമ്മുടെ കേസ് കിടക്കുന്ന നമ്മുടെ ക്ലാസ് 13. ഞാനിത് റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഫ്രീക്വൻസിയിൽ നോക്കിയപ്പോൾ നിങ്ങൾ തെറ്റിപ്പോവും. ഫ്രീക്വൻസിയുടെ കേസ് എടുത്ത് നോക്കൂ. 5-ൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. 8-ൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. 8-ൽ ഇൻക്ലൂഡഡ് ആണോ? 8.75 അല്ല, അതിന് മുകളിലാണ്. 12-നാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 12-നെ നിങ്ങളെടുത്താൽ നിങ്ങളുടെ ക്ലാസ് ഏതാ കിട്ടുക? 20 to 30 ആണ്. പക്ഷേ ആൻസർ തെറ്റാണ്. 20 to 30 അല്ല വരേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ഏതാണ്? സി എഫിൽ. അതിനാണ് നമ്മൾ സി എഫ് കണ്ടെത്തുന്നത്. അല്ലാതെ എന്നെ കണ്ടെത്താൻ നമുക്ക് സി എഫിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടോട്ടൽ എഫിൻ്റെ ടോട്ടൽ എടുത്താൽ മതി. നമ്മൾ സി എഫ് കണ്ടെത്താനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് ക്ലാസ്സിലാണ്? 10 to 20-ലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷന് ആവശ്യം. ഇത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞതിൽ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ആവശ്യമുള്ള ഓരോന്നായിട്ട് എഴുതാം. നമ്മുടെ ഇക്വേഷനിൽ ആദ്യം ഉണ്ടായിരുന്ന എന്താണ്? നമുക്ക് എല്ല് കണ്ടെത്തണം, നമുക്ക് സി എഫ് കണ്ടെത്തണം, നമുക്ക് എഫ് കണ്ടെത്തണം, നമുക്ക് എച്ച് കണ്ടെത്തണം, നമുക്ക് n/2 കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ഇക്വേഷനുള്ളത്. n/2 നമ്മൾ ഓൾറെഡി കണ്ടെത്തി. എത്രയാണ് n/2? n/2 ഈസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 8.75. ഇത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് കണ്ടെത്തണം. ഇനി ഇവിടുത്തെ എൽ എത്രയാണ് വരിക? എൽ എത്രയാണ് വരിക? എങ്ങനെയാ? n/4 അല്ലേ? സോറി, n/4. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ല് നമ്മൾ എങ്ങനെ, ഇതിൽ എൽ എത്ര ആൻസർ വരിക? എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. യെസ്, എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ലിമിറ്റ് ആണല്ലേ? എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ലിമിറ്റ് ആണ്. ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഏതാ? വി ഹാവ് ലോവർ ലിമിറ്റ് ആസ് 10 ആൻഡ് അപ്പർ ലിമിറ്റ് ആസ് 20. അപ്പോൾ ലോവർ ലിമിറ്റ് എത്രയാണ്? 10 ആണ് എന്നർത്ഥം. ഇനി ഓക്കെ, ലോവർ ലിമിറ്റ് 10 ആണ്. ക്ലിയർ അല്ലേ? ഇനി സി എഫ് എത്രയാ അതിൽ വരിക? ആരെങ്കിലും ഒന്ന് പറയൂ. ഇത് ആൻസർ അബദ്ധമാണെങ്കിലും കുഴപ്പമില്ല, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സി എഫ് എത്രയാ വരിക? 5 ആണെന്ത് സി എഫ് വരിക. അതായത് ആ എക്സാക്ട് ക്ലാസിന്റെ സി എഫ് അല്ല, നെക്സ്റ്റ് പ്രിസീഡിങ് ക്ലാസ്, അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെതാണ് എന്ത് ചെയ്യുക? സി എഫ് ആയിട്ട് വരിക. ഇനി എഫ് എത്രയാ വരിക? 8. എഫ് ആവുമ്പോൾ എന്ത് ചെയ്യും? എക്സാക്ട് ക്ലാസ്സിന്. എഫ് എന്തല്ല? പ്രിസീഡിങ് ക്ലാസ്സിൻ്റെ അല്ല, അത് 5 ആണ്. പക്ഷേ എഫ് ആയിട്ട് നമ്മൾ എടുക്കൽ എന്താണ്? എക്സാക്ട് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. സി എഫ് ആയിട്ട് എടുക്കലോ നെക്സ്റ്റ് പ്രിസീഡിങ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇനി എച്ച് എത്രയാ വരിക? 10. എച്ച് എത്രയാണ്? 10 ആണ്. എച്ച് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 10. സോറി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ലോവർ ലിമിറ്റ് എത്രയാണ്? 10. സി എഫ് എത്രയാണ്? 5. എഫ് എത്രയാണ്? 8. എച്ച് എത്രയാണ്? 10. റൈറ്റ്. ഇപ്പം നമ്മുടെ ഇക്വേഷനിലേക്കുള്ള എല്ലാം ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് എത്രയാണ്? 10 പ്ലസ് n/4 എത്രയാണ്? 8.75 മൈനസ് സി എഫ് എത്രയാണ്? തൊട്ട് മുകളിലുള്ള എഫ് എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? സി എഫ് എത്രയാണ്? 5. ഓക്കെ, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 8 ഇൻറ്റു എച്ച് എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 10. Q1 ഈസ് ഈക്വൽ ടു 10 നമ്മൾ അവിടെ തന്നെ വെക്കുക, പ്ലസ് 8.75 മൈനസ് 5 എത്രയാണ് വരിക? 3.75. എൻ്റെ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, ഞാൻ മനക്കണക്ക് കൂട്ടുകയാണ്.
3.75 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10 ഇവിടെ കോമൺ ആയിട്ടുണ്ട്. അഗെയിൻ Q1 ഈസ് ഈക്വൽ ടു 10 നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. 10 പ്ലസ് 3.75 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 3.75 ഡിവൈഡഡ് ബൈ 8 0.46875. ഓക്കെ, ഇത് മതി നമുക്ക്. ഇൻറ്റു 10. നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊക്കെ ഒരുമിച്ച് വന്ന് നമ്മൾ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഏതാണ് മക്കളെ ആദ്യം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? സോ 0.468 ഇൻറ്റു 10. സോ 10 പ്ലസ് 4.68 ഈസ് ഈക്വൽ ടു 14.6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും നമ്മൾ Q1 കണ്ടെത്തിയതിൽ? ശിവ ക്ലിയർ ആണോ? യെസ് സർ. ഹർഷാന? Yes, sir. നൈമ? ഓക്കെ ആണ് സർ. ഫെബിന എവിടെ പോയി? അതിനിടയിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? Q3യിലേക്ക് നമുക്ക് പോവാം. അപ്പം നമ്മൾ കണ്ടെത്തിയത് ഏതാണ്? Q1 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? Q3യിലേക്ക് പോവാണ്. Q3 ഈസ് ഈക്വൽ ടു Q3യുടെ ഇക്വേഷൻ നമുക്ക് നോർമൽ ഇക്വേഷൻ എങ്ങനെയാണ് വന്നേ? QKയുടെ L പ്ലസ് KN ഡിവൈഡഡ് ബൈ 4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H ആണ് അല്ലേ? ഇവിടെ നമുക്ക് Q3 ഈസ് ഈക്വൽ ടു L പ്ലസ് 3N ഡിവൈഡഡ് ബൈ 4 മൈനസ് CF ഹോൾ ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. സോ 3N ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടതാണ് 3N ഡിവൈഡഡ് ബൈ 4. N എത്രയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? N എത്രയാണ് ഉണ്ടായിരുന്നത്? N നമ്മൾ എത്രയാണ് കണ്ടെത്തിയത്? 35. സോ 3 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 4. എത്ര ആൻസർ വരിക? 3 ഇൻറ്റു 35 110 ഡിവൈഡഡ് ബൈ 4 26.25. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? 3N/4 കിട്ടിയത്. സോ 26.25 ആണെന്ത് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട ക്ലാസ് എന്നർത്ഥം. അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള CFലെ ക്ലാസ് ആണെന്ത് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. എത്രയാണ് ആൻസർ? 26.25. അപ്പം ഞാനിവിടെ എഴുതാണ് 3N/4 26. എത്ര ആൻസർ? 26.25 അല്ലേ? 25. ഇനി ഇതിൽ ഓരോന്ന് നിങ്ങൾ തന്നെ പറയൂ. അയ്യോ, ഇവിടെ എത്ര ഉണ്ടായിരുന്നേ? 13 ആണോ ഇവിടെ ഉണ്ടായിരുന്നത്? 5. ഓക്കെ, 13. ഓക്കെ, ഇനി അഗെയിൻ 26.25 ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലാസ് ഏതാണ്? 30 to 40. 30 to 40. ഞാൻ മനസ്സിലാകാത്താണെങ്കിൽ ഒന്നുകൂടി പറയാം. 5ൽ ഇൻക്ലൂഡഡ് ആണോ? നമ്മൾ CF ആണ് നോക്കേണ്ടത്, ഫ്രീക്വൻസി അല്ല. 5ൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. 13ൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. 25ൽ ഇൻക്ലൂഡഡ് ആണോ? അതുമല്ല. നമ്മൾ 31ൽ എന്താണ്? 26.25 ഇൻക്ലൂഡഡ് ആണ് അല്ലേ? 31ൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത് എന്നർത്ഥം. സോ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇനി പറയൂ, L എത്രയാണ്? L എത്രയാണ്? 30. 30. CF എത്രയാണ്?
25. 25. എഫ് എത്രയാണ്? 6. എഫ് എത്രയാണ്? 6. 6. എച്ച് എത്രയാണ്? ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 10. അതായത് നമ്മുടെ ഇക്വേഷന് ആവശ്യമുള്ള എല്ലാം നമുക്ക് കിട്ടി എന്നർത്ഥം. ഏതൊക്കെയാണ്? L 30 സി എഫ് 25 എഫ് 6 എച്ച് 10 3n/4 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L എത്രയാണ് നമ്മൾ പറഞ്ഞത്? 30 അല്ലേ? 30 പ്ലസ് 3n/4 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 26.25 മൈനസ് സി എഫ് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10. റൈറ്റ്. അഗെയിൻ 30 നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ്. പ്ലസ് 26.25 മൈനസ് 25 എത്ര ആൻസർ? 1.25. എൻ്റെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മക്കളെ. 1.25 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10. റൈറ്റ്. അഗെയിൻ 30 നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. പ്ലസ് 1.25 ഡിവൈഡഡ് ബൈ 6. 1.25 ഡിവൈഡഡ് ബൈ 6 എത്ര ആൻസർ വരിക? 0.208 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു എത്ര ആൻസർ വരിക? 30 പ്ലസ് 2.08 ഈസ് ഈക്വൽ ടു 32.08. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? Q3 ആയിട്ട് നമുക്ക് കിട്ടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ? ഉണ്ടോ മക്കളെ? നോ സർ. ഓക്കെ. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടെത്താം. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തിയിരുന്നത്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? Q3 എത്രയാണ് കണ്ടെത്തിയത്? 32.08 മൈനസ് Q1 നമ്മൾ എത്രയാണ് കണ്ടെത്തിയത്? 14.69. ഞാൻ ചെക്ക് ചെയ്തിട്ടോ, എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ്. 32.08 then 6.8 ആണെന്ന് തോന്നുന്നു സർ. നമ്മുടെ Q1 എവിടെ മക്കളെ? കഴിഞ്ഞിട്ട് 14.68 ആയിരുന്നില്ലേ? സോറി, താങ്ക് യു ശിവ. 68 ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് വരെ ആൻസർ? 32.08 മൈനസ് 14.69 എത്രയാണ്? 8.7. 8 ആവില്ലല്ലോ, 32 അല്ലേ? 32 മൈനസ് 40 അല്ലേ വന്നേ? 17.4 അല്ലേ വരിക? അല്ലേ ഹർഷാന? ആൻസർ തന്നെയാണോ? -32.08 മൈനസ് 14.68. ഓക്കെ, 17.4 or something അല്ലേ? അല്ല സർ, ഡിവൈഡഡ് ബൈ 2 കൂടെ അയ്യോ, വരില്ലേ? ഡിവൈഡഡ് ബൈ 2 ഉണ്ട് അല്ലേ? സോറി. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര ആൻസർ വന്നേ? 8.7 or something അല്ലേ? ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടെത്തുക. ഓൾറെഡി സമയം എത്രയായി? 9:15 അല്ലേ? ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യണോ? എന്താ ചെയ്യേണ്ട? ഒരു പ്രോബ്ലം കൂടി ചെയ്യണോ അതോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? നൈമ, ക്ലിയർ ആണോ നമ്മൾ ചെയ്തത് Q1 ഉം Q3 ഉം?
ക്ലിയർ ആണ് സർ. ഓക്കെ. ഓക്കെ, ശിവനന്ദ ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. ഹർഷന ക്ലിയർ ആണോ? സർ ഓക്കെ, ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ ഓക്കെ, സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ റൈറ്റ്? അതോ ഒന്നും കൂടി ചെയ്യണോ? ഒരു പ്രോബ്ലം കൂടി ചെയ്യണോ? സർ ഒരു പ്രോബ്ലം കൂടെ തന്നാല് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അത്. ഓക്കെ, എന്നാൽ ഞാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഇപ്പൊ പ്രോബ്ലം പോസ്റ്റ് ആ ചെയ്യാം കേട്ടോ. കാരണം ഓക്കെ ഓൾറെഡി സർ. ഈ സ്ലൈഡിൽ തന്നെ പ്രോബ്ലം ഉണ്ട്. ഞാൻ ആ 2 പ്രോബ്ലം ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു.